ശരി, അപ്പൊ നമ്മൾ വീണ്ടും പാലക്കാടേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവിടെ നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ BJP ശ്രമം എന്നാണ് പരാതി വരുന്നത്. 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശ് കെയുടെ വീട്ടിലെത്തി BJP നേതാക്കൾ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി എന്നതാണ് പരാതി. പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചതോടെ വാർഡിൽ UDF NDA മത്സരമാണ് നടക്കുന്നത്. നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് VK ശ്രീകണ്ഠൻ ആരോപിച്ചു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. പണമൊക്കെ നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള ആരോപണങ്ങൾ. സ്വാഭാവികമായിട്ടും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലടക്കം പോയാൽ നടപടിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ജിൽസി സൈഫുദ്ദീൻ, ഞാൻ ആ വീട്ടിലാണ് ഉള്ളത്, രമേശിന്റെ വീട്ടിലാണ് ഉള്ളത്. ഈ കർണകയമൻ നഗർ എന്ന 50-ാം വാർഡ്, ഇത് RSSനും BJPക്കും വലിയ സ്വാധീനമുള്ള വാർഡാണ്. ഈ വാർഡിൽ നേരത്തെ LDFന്റെ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥിയുടെ ഇത് തള്ളിപ്പോയിരുന്നു. പിന്നീട് BJPയും UDFും നേരിട്ടുള്ള മത്സരമാണ്. ഇവിടെയാണ് ഈ UDF സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന രമേശിന്റെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നത്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP രമേശും അവരുടെ വീട്ടിലുണ്ട്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഫണ്ട് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കഴിക്കാനും മേടിക്കാനായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പേ എത്തുമ്പോഴാണ് ഫസ്റ്റ് കോൾ വന്നു. അങ്ങനെ രമേശ് ഇല്ലേ ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു. അപ്പോൾ നേരിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല. ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി, ഞാൻ DCC ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. നേരിട്ട് കാണാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വിളിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ വിളിച്ചത് ആരാണ്? വിളിച്ചത് സുനിൽ പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചു, BJPയുടെ മുൻ കൗൺസിലർ. ആ. എന്നിട്ട് എന്താണ് അവർ പറഞ്ഞത്? എന്താ അവർ നേരിട്ട് കാണണം എന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഈ 45-ാം വാർഡിൽ നേരത്തെ 43 ഇപ്പോൾ 45 ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കൗൺസിലർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ഫോണ് അവർ കോൺഫറൻസിലിട്ടു. അപ്പോൾ ഞാൻ ഫോൺ വീണ്ടും കണക്ട് ആയപ്പോൾ എന്തിനാണ് നിങ്ങൾ കോൺഫറൻസിലിട്ട് സംസാരിക്കുന്നത് ചോദിച്ച ഉടനെ ഒരു ഫോൺ കട്ട് ചെയ്തു. പിന്നെ വിളിച്ചില്ല. ഈ വീട്ടുകാരോടാണോ ഈ ഭാര്യ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തു തരാം, ഇന്ന് പിന്മാറണമെന്ന് പറയണം, നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പണം നൽകാം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ഭാര്യയുടെ ആവശ്യം. ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തു തരാം, നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറയണം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ പോയിരിക്കണം. MP ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ ഇപ്പോൾ BJPക്ക് വലിയ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ എന്തായിരിക്കും അവർ ഇത് പിൻവലിക്കാൻ ഉള്ള ഒരു കാരണം, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടാൻ? ഞാൻ നോക്കിയപ്പോൾ ഒറ്റ കാരണമുള്ളൂ. പാലക്കാട് നഗരസഭയിൽ 53 സീറ്റിൽ 2 സീറ്റിൽ നാമനിർദ്ദേശ പത്രിക തള്ളി CPMൻ്റെ. ആ 2 സീറ്റ് ഇവിടെയാണ് 50ഉം 51. ഈ 2 വാർഡുകളിലാണ് നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയത്. സ്വാഭാവികമായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥിയും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ BJP സ്ഥാനാർത്ഥിയുള്ളൂ. അപ്പോൾ ഐക്യ കണ്ടേനെ അങ്ങ് തിരഞ്ഞെടുത്ത് കളയാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, BJPക്കാർ തുടക്കം മുതലേ പരാജയ ഭീതിയിലാണ്. കാരണം പാർട്ടിയിലുള്ള അന്തഛിദ്രവും അനൈക്യവും തമ്മിത്തല്ലും ഒക്കെ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ നഗരസഭാ ഭരണം നഷ്ടപ്പെടും എന്ന് ഉറപ്പായപ്പോൾ അവിഹിതമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിച്ചിട്ടും സമ്മർദ്ദത്തിലാക്കിയിട്ടും വാഗ്ദാനങ്ങൾ നൽകിയും പിൻവലിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും വലിയ നേട്ടമായിട്ട് ആഘോഷിക്കപ്പെടുക. അങ്ങനെ ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ ഇന്നലെ ഷൊർണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും യോഗം കഴിഞ്ഞ് വരുമ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞപ്പോഴാണ് രമേശിൻ്റെ ഫോണ്. രമേശല്ല ആദ്യം ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അനിൽ ബാലനാണ് എന്നെ വിളിച്ചത്. അനിൽ ബാലൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശിൻ്റെ വീട്ടിൽ BJPക്കാർ ചെല്ലുന്നുണ്ട്, എന്തോ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ വെച്ചു രമേശ് എവിടെ വെച്ചു? രമേശ് വീട്ടിലില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞു വെച്ചപ്പോൾ വീട്ടുകാരോട് സംസാരിച്ചു, പിൻവലിക്കേണ്ട കാര്യം സംസാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് 50-ാം വാർഡിൽ നമ്മളും BJP മാത്രമേ ഉള്ളൂ, CPMൻ്റെ പത്രിക തള്ളിപ്പോയിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി ഞാൻ പറഞ്ഞു രമേശിനെ വിളിക്കാൻ പറഞ്ഞു. രമേശ് എന്നെ വിളിച്ചു. രമേശ് ടൗണിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒറ്റയ്ക്കാണ് അയാൾ സ്കൂട്ടറിൽ. നേരെ DCC ഓഫീസിൽ പോയിരിക്കാൻ പറഞ്ഞു. ഞാൻ അരമണിക്കൂറിലെത്തും,
അനിൽ ബാലനോടും പറഞ്ഞു DCC വരാൻ. ഞാൻ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പാലക്കാട് എത്തി, DCC ഓഫീസിലെത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് മുൻ കൗൺസിലറായിട്ടുള്ള സുനിലിൻ്റെ നേതൃത്വത്തിൽ 2-3 പേര് ഇയാളില്ലാത്ത സമയത്ത് വീട്ടിൽ വരികയും വീട്ടുകാരോടൊക്കെ സംസാരിച്ച് സ്ഥാനാർത്ഥിയല്ലേ ആ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങിച്ച് പോയി. അദ്ദേഹം ഫോണിൽ വിളിച്ചു സുനിൽ രമേശിനെ വിളിച്ചു പറഞ്ഞു, സുനിലല്ലേ അല്ല രമേശല്ലേ സുനിലാണ് എന്ന് പറഞ്ഞ് സംസാരിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണം പറഞ്ഞു. അപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അത്യാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിക്കാനാണ്, നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഒഴിവില്ല, ഞാൻ ഇപ്പോൾ DCC ഓഫീസിലാണ് എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് മനസ്സിലായി ആളാരാന്നുള്ളത്. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വീണ്ടും നിലവിലുള്ള കൗൺസിലർ ജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ 1-2 പേരെ കൂട്ടി ഇവിടെ വന്നു. എന്നിട്ട് ഇവരോട് സംസാരിച്ചു, ഇങ്ങനെ സ്ഥാനാർത്ഥിയല്ലേ, പിന്നെ ഈ സീറ്റിൽ CPM പത്രിക പിൻവലിച്ചു പോയി, അവരൊക്കെ ഞങ്ങൾക്ക് ആ സപ്പോർട്ട്, മാത്രമല്ല നിങ്ങളും പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാവും, ജയിക്കാലോ, അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രമേശിൻ്റെ ഭാര്യയോട് അവരെ കൂടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങളുടെ സ്ഥിതിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എന്താ വേണ്ട വെച്ചാൽ ധനസഹായം ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഭർത്താവ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഭർത്താവിനോട് സംസാരിച്ചിട്ട് നാളെ രാവിലെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് അവർ പോയത്. ഈ രണ്ടും കൂടെ നോക്കുമ്പോൾ ആദ്യം പുരുഷന്മാരാണ് വന്നത്. ഇവരെയൊക്കെ കണ്ടു, പാവപ്പെട്ട ആൾക്കാരാണല്ലോ, കണ്ട് മനസ്സിലാക്കി ഇത് ഇവിടെ നിലവിലുള്ള കൗൺസിലറാണ് രണ്ടാമത് വരുന്നത്. അവരും മെല്ലെ അനുനയത്തിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു പോയി. വീണ്ടും രമേശിനെ ഈ നിലവിലുള്ള കൗൺസിലർ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥിയല്ലേ, ഇന്ന ആളല്ലേ ചോദിച്ചു. അതെ, ഞാൻ ഇന്ന ആളാണ് എന്ന് അവർ പരിചയപ്പെടുത്തി. എന്താണെന്ന് രമേശ് ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കഴിയുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇവനൊരു സംശയം തോന്നി, നിങ്ങളെന്താ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത്? അപ്പോഴേക്കും അവർ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒറ്റപ്പാലത്ത് നിർത്തി DCC വന്നു. അപ്പോൾ ഓഫീസ് പൂട്ടി ഇറങ്ങാണ്. അങ്ങനെ ഞാൻ രമേശിനെ കൊടുത്തു. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രമേശ് അവിടെ നിന്ന് സ്കൂട്ടറിൽ ഇങ്ങോട്ട് വരണം, രാത്രിയാണ്, നട്ടപ്പാതയ്ക്ക് ഇവിടെ ഇരുട്ടാ, ഇവരുടെ ഒരു കേന്ദ്രമാണ് ഈ ഭാഗത്ത്, ഇനി ഒറ്റയ്ക്ക് വിട്ട് പ്രശ്നം ഉണ്ടാച്ചിട്ട് ഞാനെന്ത് ചെയ്തു, ഞാനും വന്നു, എൻ്റെ കൂടെ മണ്ഡലം പ്രസിഡന്റ് അനിൽ ബാലനും വന്നു. ഞങ്ങൾ വന്ന് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം മനസ്സിലായത്. അപ്പോൾ നമുക്ക് കഴിയുമെന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഞാൻ തന്നെ വിളിച്ചു, രമേശിനെ കൊണ്ട് വിളിപ്പിച്ചു. പോലീസ് വന്നു, ഇവരുടെ എല്ലാ കാര്യങ്ങൾ ചോദിച്ചു. രാത്രി അപ്പം തന്നെ സഡൻലി അവർ പോലീസ് പ്രൊട്ടക്ഷൻ ഇവിടെ ഏർപ്പെടുത്തി. അങ്ങനെ ഒരു 12:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് അവർ കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമാണ്, കാരണം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതായത് ഒരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാനും പണം വാഗ്ദാനം ചെയ്യുന്നതും ശരിക്കും 100% നിയമവിരുദ്ധമാണ്. ഈ BJPക്കാർ സ്ഥിരമായിട്ട് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. അവർ ഇലക്ഷനെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പരാജയ ഭീതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് രമേശ്. കാരണം ഇല്ലാത്ത വീടാണ്, അവൻ ജോലിക്ക് പോയിട്ടാണ്, ഒരു ഇലക്ട്രീഷ്യനാണ്. ഈ പാവപ്പെട്ട വീട്ടുകാരെ മുഴുവൻ നോക്കുന്നത് ഇയാൾ ജോലിയെടുത്തിട്ടാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നല്ല ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച് അദ്ദേഹം അവരുടെയൊക്കെ സമ്മർദ്ദത്തിനും ഒന്നും വഴങ്ങാതെ അത്തരത്തിലൊരു നീക്കമുണ്ടായപ്പോൾ തന്നെ മണ്ഡലം പ്രസിഡന്റിനെയും തുടർന്ന് എന്നെയും വിളിച്ച് ഈ കാര്യം ബോധ്യപ്പെടുത്തിയത്. നമുക്കറിയാം, പണം കൊണ്ട് ആരും വിലയ്ക്ക് മേടിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന രമേശ്. ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. എന്ത് വില കൊടുത്തും അത്തരത്തിലുള്ള പ്രവർത്തകരെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഒരു കൗൺസിലറും ഒന്ന് സ്ഥാനാർത്ഥിയുമാണ്. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അവരെ അയോഗ്യരാക്കണം, അല്ലെങ്കിൽ ഇതിൽ ഇടപെട്ട ആളുകളെ ഉൾപ്പെടെ ഇതിൽ നിന്ന് ഈ അയോഗ്യരാക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ തന്നെ, ഇന്നലെ രാത്രി അർദ്ധരാത്രി ആയതുകൊണ്ടാണ് രാവിലെ തന്നെ പെറ്റീഷൻ പരാതി തയ്യാറാക്കുന്നുണ്ട്. ഈ സംഗതി ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ പരാതിയായിട്ട് നൽകും. ഞങ്ങൾ ആവശ്യപ്പെടും. എത്ര മോശം എന്ന് വെച്ചാൽ ശ്രീകണ്ഠനും രമേശും പറയുന്നത് ശരിയാണെങ്കിൽ ഏറ്റവും മോശം